ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കണ്ണുകളടച്ച കരങ്ങൾ കൂപ്പി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയരെ, ഇതാ തോബിത്തിൻ്റെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോടും നിന്നോടും ചോദിക്കുന്നു, നിനക്ക് ലഭിച്ചിരിക്കുന്ന ജീവിത സൗകര്യങ്ങളിൽ നിനക്ക് സംതൃപ്തിയുണ്ടോ? ഏത് വിഷയത്തിലാണ് നീ അസ്വസ്ഥയായിരിക്കുന്നത്? ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് ആ വിഷയത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകമായിട്ട് ഈ സമയത്ത് നമുക്ക് നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കാം. കുടുംബജീവിത വഴികളിൽ, നിങ്ങളായിരിക്കുന്ന വഴികളിൽ ഏതെങ്കിലും ഭാരം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പ്രത്യേകം സമർപ്പിക്കുക. ഒരുപക്ഷെ ആഗ്രഹിച്ചതുപോലത്തെ ഒരു ജീവിതമായിരിക്കണമെന്നില്ല. വിവാഹ ജീവിതത്തിൽ പ്രതീക്ഷിച്ചതുപോലത്തെ ഒരു ജീവിത പങ്കാളി ആയിരിക്കണമെന്നില്ല. അപ്രതീക്ഷിതമായ പല സംഭവങ്ങളും നമ്മളെ ഭാരപ്പെടുത്തുന്നുണ്ടാവും. പല കാര്യങ്ങളും സ്വപ്നങ്ങൾ കണ്ടാണ് വളർന്നത്, പക്ഷേ അത് വിചാരിച്ചതുപോലെ ആകാൻ പറ്റാത്തതിൻ്റെ ദുഃഖമുണ്ടാവും. ഈശോയെ, ഈ ആരാധന സന്നിധിയിൽ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. ഈശോയെ, അത്ഭുതകരമായി എന്നിൽ ഇടപെടണമേ. എൻ്റെ ജീവിതത്തെ ആയിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കാനും അംഗീകരിക്കാനും എനിക്ക് കൃപ വേണം. പ്രിയപ്പെട്ടവരെ, ആഗ്രഹിക്കണം. ചില വിഷയങ്ങളിൽ, ഇന്നലകളിലുണ്ടായ ചില വിഷയങ്ങളിൽ ഭാരപ്പെട്ടും കണ്ണുനീരിലായിരിക്കും. ഒരുപക്ഷെ പിശാച് നമ്മുടെ ഉള്ളിൽ പറയും, ഇത് നിനക്ക് ശരിയല്ല, നീ ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല, നിന്റെ ജീവിതം മെച്ചപ്പെടാൻ പോകുന്നില്ല, നീ രക്ഷപ്പെടത്തില്ല എന്ന് പിശാച് നിന്നോട് പറയും. എന്നാൽ പരിശുദ്ധ അൾത്താര നിനക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പ് അങ്ങനെയല്ല. ഇതാ നിന്റെ ജീവിതത്തിൽ സംതൃപ്തിയോടെ ജീവിക്കുന്നതിനുള്ള ദൈവീകമായ കൃപ ഇതാ നിനക്ക് ലഭിക്കുകയാണ്. ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കണം. കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ മേൽ അത്ഭുതകരമായി അങ്ങ് പ്രവർത്തിക്കണമേ. ഈ ശുശ്രൂഷ സമയത്ത് കർത്താവേ, എൻ്റെ മേൽ അത്ഭുതകരമായി അങ്ങ് പ്രവർത്തിക്കണമേ. സാധിക്കുന്ന എല്ലാവരും ഒന്ന് കുനിഞ്ഞ് നിങ്ങളുടെ ശിരസ് ആ തറയിലൊന്ന് മുട്ടിച്ച് നിങ്ങളുടെ ജീവിതത്തെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. അസ്വസ്ഥമായ അസംതൃപ്തിയുടെ എല്ലാ മേഖലകളും ഈശോയ്ക്ക് കൊടുക്കുക. അപ്രകാരം കൊടുത്ത്, കർത്താവേ, എൻ്റെ ജീവിതത്തെ ഞാൻ ഇതാ അൾത്താരയിൽ സമർപ്പിക്കുന്നു. ഓ ദൈവമേ, ഈ പരിശുദ്ധ അൾത്താരയ്ക്ക് മുമ്പിൽ എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു. ഭാരപ്പെടുത്തുന്ന ചിന്തകൾ, ഭാരപ്പെടുത്തുന്ന ആലോചനകൾ, വ്യക്തികൾ, ബന്ധങ്ങൾ, കുടുംബം, ജോലി എല്ലാം കർത്താവേ ഈ അൾത്താരയിൽ ഞാൻ സമർപ്പിക്കുന്നു. ഓ കർത്താവേ, അങ്ങനെ ഏറ്റെടുക്കണമേ. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് ദൈവത്തിന് മുമ്പിൽ നമുക്ക് വിശ്വസിക്കാം. സംതൃപ്തിയോടുകൂടെ ജീവിക്കാൻ നമ്മുടെ ഉള്ളിലുള്ള അതിമോഹത്തിൻ്റെ, ദുർമോഹത്തിൻ്റെ ദുരാത്മാവിനെ ബന്ധിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. ഈ സമയം രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജനിച്ച ഓരോ കുടുംബം, ഓരോ ജീവിത പശ്ചാത്തലം, നമ്മൾ വളർന്ന ഓരോ കാലഘട്ടവും നമ്മുടെ ഉള്ളിൽ ഒത്തിരിയേറെ ദുർമോഹത്തിൻ്റെ ദുരാത്മാവിനെ സമ്മാനിച്ചിട്ടുണ്ട്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു. ഈ ദുർമോഹത്തിൻ്റെ ദുരാത്മാവിനെ ബന്ധിച്ച് പ്രാർത്ഥിക്കണം. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തുമ്പോൾ എന്താണ് നിന്റെ ഉള്ളിലുള്ള ദുർമോഹത്തിൻ്റെ പീഡ, അതിമോഹത്തിൻ്റെ പീഡ? അത് പല പല മേഖലകളിലായിരിക്കും. ഒരുപക്ഷെ പല കുമ്പസാരത്തിലും ചില തീരുമാനങ്ങൾ എടുക്കും, ഇനി ഞാൻ ഈ പാപം ചെയ്യില്ല. എന്നിട്ട് വീണ്ടും 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 നമ്മുടെ ഉള്ളിൽ ഈ ദുർമോഹം ഇത് കടന്നു വന്ന് നമ്മളെ പീഡിപ്പിക്കുന്നു. ചില പാപമേഖലകൾ വിടാതെ നമ്മളെ ഉള്ളിൽ പിന്തുടരുന്നു.
ഓ കർത്താവെ, ഈ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവെ, ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ ഉള്ളിലുള്ള എല്ലാ അതിമോഹത്തിൻ്റെ, ദുർമോഹത്തിൻ്റെ, ദുരാത്മാവിനെ നിർവീര്യമാക്കുവാൻ ഓ കർത്താവെ, ഈ സമയം എൻ്റെ ശരീരത്തിൽ അങ്ങ് പ്രവർത്തിക്കണമേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കും. ഒരുപക്ഷെ ശരീരം ആവശ്യപ്പെടുന്ന ഒത്തിരിയേറെ ദുരചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ട്. അത് മദ്യപാനത്തിൻ്റെ, മയക്കുമരുന്നിൻ്റെ, തെറ്റായ കൂട്ടുകെട്ടിൻ്റെ, മൊബൈൽ ഫോണിൻ്റെ അടിമത്തത്തിൻ്റെ, അനേക ജഡിക പാപങ്ങളുടെ, ഇതാ തിന്മയുടെ, അതിമോഹത്തിൻ്റെ, ദുരമോഹത്തിൻ്റെ മേഖലകൾ കർത്താവെ ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് നിർവീര്യമാക്കണമേ. നാളുകളായി പീഡിപ്പിക്കപ്പെടുന്ന ചില തിന്മകൾ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നീ ചിന്തിച്ചു നോക്കിക്കേ, നിന്നെ ഏത് തിന്മയാണ് പീഡിപ്പിക്കുന്നത്? ആ തിന്മയെ നിർവീര്യമാക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഈ നിമിഷം ഇടപെടാൻ പോവുകയാണ്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് ദൈവത്തിൻ്റെ ആത്മാവ് ഈ നിമിഷം നിന്റെ മേൽ ഇതാ വീശാൻ പോകുന്ന സമയമാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ അതിശക്തമായിട്ട് കടന്നു വരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ തിന്മയുടെ ദുരാത്മാവിനെയും നിർവീര്യമാക്കപ്പെടും. കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കോ. നിന്റെ മനസ്സിൽ ആരോടെങ്കിലും വെറുപ്പ്, വിരോധം, അസ്വസ്ഥത, കോപമുള്ളിലുണ്ടോ? ആ തിന്മയുടെ ദുരാത്മാവിനെ നിർവീര്യമാക്കുവാൻ ഈ സമയത്ത് ആഗ്രഹിക്കണം. ഒരുപക്ഷെ ഇന്നലകളിൽ ഉണ്ടായ ചില സംഭവങ്ങൾ നിന്നെ വേദനിപ്പിക്കുന്നുണ്ടാവും. കയ്പ് നിറഞ്ഞ ചില അനുഭവങ്ങൾ ഓർമ്മയിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും കടന്നു വന്ന് നിന്നെ വിഷമിപ്പിക്കുന്നുണ്ടാവും. ചില ആളുകൾ പറഞ്ഞ ചില കാര്യങ്ങൾ നിന്റെ തലയ്ക്കകത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഓ ദൈവത്തിൻ്റെ ആത്മാവെ, ഈ നിമിഷം ആ മേഖലകളെ നിർവീര്യമാക്കുവാൻ ഓ ദൈവത്തിൻ്റെ ആത്മാവെ പ്രവർത്തിക്കണമേ. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. നിന്റെ കുടുംബത്തില് നിന്നെ കുടുംബാംഗങ്ങളെ പീഡിപ്പിക്കുന്ന എല്ലാ ദുർമോഹത്തിന്റെ ദുരാത്മാവിനെ ബന്ധിച്ച് പ്രാർത്ഥിക്കട്ടെ. ഓ ദൈവത്തിൻ്റെ ആത്മാവ് ഈ സമയം എൻ്റെ വീട്ടിലേക്ക് കടന്നു ചെന്ന് എൻ്റെ വീട്ടിലുള്ള കുടുംബാംഗങ്ങളുടെ എല്ലാ തിന്മയുടെയും ദുരാത്മാവിനെ ബന്ധിക്കണമേ. ഓ കർത്താവിൻ്റെ ശക്തി എൻ്റെ കുടുംബത്തിലേക്ക് വെളിപ്പെടട്ടെ. എൻ്റെ ജോലി സ്ഥലത്തേക്ക്, എൻ്റെ ആരോഗ്യത്തിലേക്ക്, എൻ്റെ ബന്ധങ്ങളിലേക്ക്, എൻ്റെ ജീവിത വഴിയിലേക്ക്, ഞാൻ യാത്ര ചെയ്യുന്ന സ്ഥലത്ത് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പരിശുദ്ധാത്മാവേ, അഭിഷേകത്തിന്റെ കൃപ, ആമേൻ, നിർവീര്യമാക്കുന്ന ശക്തി, ആമേൻ. കൈകൾ അടിച്ച് പാടി ആഗ്രഹിക്കണം. ഓ ദൈവത്തിന്റെ ആത്മാവേ, എല്ലാ തിന്മകളെ നിർവീര്യമാക്കണമേ. വിശുദ്ധി, അഭിഷേകം നൽകണമേ ശക്തിയോടെ. ആമേൻ, ആമേൻ. സംഭവിക്കട്ടെ. ആമേൻ. കൈകൾ ഉയർത്തി കൈയടിച്ച് ആമേൻ. ശുദ്ധീകരിക്കണമേ. ഇപ്പോൾ തന്നെ ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവേ. വിളിക്കട്ടെ. ഓ ദൈവത്തിന്റെ ആത്മാവ്, ദൈവജനത്തിന്റെ മേൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ്, അഭിഷേകത്തിന്റെ ആത്മാവ്. കൈകൾ അടിച്ച്, കണ്ണുകളടച്ച് കൈയടിച്ചോ, ശക്തമായിട്ട് കൈയടിച്ചോ. ഓ കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് ഇതാ ദൈവജനത്തിന്റെ മേൽ ഹന്നാമ്പളം തളിച്ച് വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ ഉള്ളിലുള്ള മാലിന്യങ്ങളുടെ മേൽ കർത്താവിന്റെ ആത്മാവ് കടന്നു വന്ന് എല്ലാ മാലിന്യങ്ങളും നിർവീര്യമാക്കട്ടെ. ഞങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ അതിമോഹങ്ങളും ദുർമോഹങ്ങളും ഈ സമയത്ത് നിർവീര്യമാക്കപ്പെടട്ടെ. ഞങ്ങളുടെ പാപ ദുശീലങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി കടന്നു വന്ന് നിർവീര്യമാക്കട്ടെ. ജഡിക പാപ മേഖലകളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി കടന്നു വന്ന് നിർവീര്യമാക്കട്ടെ. ഈ സമയം തന്നെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് പരിശുദ്ധാത്മ ശക്തി കടന്നു ചെല്ലട്ടെ. ശക്തമായിട്ട് കൈയടിച്ച പോരാ, നല്ല കൈയടി. ശുദ്ധീകരിക്കണമേ ശുദ്ധീകരിച്ചതുപോ ആത്മാവ് വാഴും ഈ ദൈവാലയത്തെ ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. രണ്ട് കരങ്ങളും ഉയർത്തി പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച്, ആത്മാവേ എന്ന് വിളിക്കട്ടെ, 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 വിളിക്കട്ടെ. പരിശുദ്ധാത്മാവേ, അത്ഭുതകരമായ ശക്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടട്ടെ, അത്ഭുതകരമായിട്ട് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന കർത്താവേ വിശ്വസിക്കുന്നു, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുകയാണ്. വിശ്വസിക്കണം. യെസ്, ഇറ്റ് ഈസ് ഹാപ്പനിങ്. എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നു. ചില മേഖലകളിൽ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായ ചില ആളുകളോട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. കർത്താവിൻ്റെ ആത്മാവാണ് നിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകം പേരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. നിന്റെ ജീവിതത്തിൽ ഇന്ന് സംതൃപ്തി ഇല്ലെങ്കിൽ അത് ഏത് മേഖലയിലാണ്? ഇതാ പരിശുദ്ധാത്മാവ് നിന്നോട് ചോദിക്കുന്നു, നിനക്ക് ലഭിച്ച ജീവിത സൗകര്യങ്ങൾ കൊണ്ടൊന്ന് തൃപ്തിപ്പെട്ടുകൂടെ? തൃപ്തി ഇല്ലാത്തത് കൊണ്ടാണല്ലോ, അസ്വസ്ഥമായ മനസ്സായതുകൊണ്ടാണല്ലോ എപ്പോഴും പിറുപിറുക്കുന്നത്, കുറ്റം പറയുന്നത്, താരതമ്യം ചെയ്യുന്നത്, മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നത്. ഇതാ ചിന്തിക്കുക, ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ അത്ഭുതകരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അഭിഷേകം സ്വീകരിച്ച് പ്രാർത്ഥിക്കുക. ഒരു വിവാഹ ജീവിതത്തിൽ ഒട്ടും സന്തോഷം കാണാൻ പറ്റുന്നില്ല. ഒരു സഹോദരി ഭാര്യയാണ്, വല്ലാണ്ട് വിഷമിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ശുശ്രൂഷ സമയത്ത് ആ സഹോദരിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, നിന്റെ ജീവിതത്തിൽ നിനക്കായിരിക്കുന്ന അവസ്ഥയെ അംഗീകരിക്കാൻ പറ്റുന്നില്ലേ? എന്താണ് നിന്റെ വിഷമം? ഇതാ പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുകയാണ്. ഈ സമയത്ത് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുകയാണ്. ആയിരിക്കുന്ന അവസ്ഥയെ അംഗീകരിക്കണം. ഇല്ലെങ്കിൽ എല്ലാ നേരവും കുറ്റം പറച്ചിലും വെറുപെറുക്കലും മാത്രമായി പോകും. ഒരിക്കലും സന്തോഷിക്കാൻ പറ്റില്ല, മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ പറ്റില്ല. നിന്നോടാണ് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. സഹോദരി, ഇതാ നിന്റെ ഉള്ളില് അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നു.
വിശ്വസിക്കണം, ആഗ്രഹിക്കണം. നോമ്പ് കാലത്ത് വലിയ വലിയ തീരുമാനങ്ങളോടുകൂടി ആരംഭിച്ചു. എന്നാൽ ഇതാ മദ്യപാനം എന്ന് പറയുന്ന വലിയൊരു വിപത്തിൽ പെട്ടുകിടക്കുന്നൊരു സഹോദരൻ. ആ സഹോദരന്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്, പക്ഷെ ശരീരത്തിൽ ഈ പൈശാചികമായ മദ്യാസക്തി ഒരു ദുർമോഹം പോലെ പിടിപെട്ടിരിക്കുകയാണ്. ഇന്ന് കുടിക്കും, നാളെ കുടിക്കാനും തീരുമാനമെടുക്കും. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സഹോദര, ഇതാ പരിശുദ്ധാത്മാവ് സഹോദരന്റെ ശരീരത്തിൽ ഇടപെടുന്നു. സഹോദരന്റെ ശരീരത്തിൽ ഇടപെടുന്നു. ആ ശരീരത്തിലെ അപ്രകാരമുള്ള ആ ആസക്തിയെ ഇതാ പരിശുദ്ധാത്മാവ് നിർവീര്യമാക്കുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കണം, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. ഇതാ ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ പ്രവർത്തിക്കുന്നു. ഓ ദൈവത്തിന്റെ ആത്മാവേ, അത്ഭുതകരമായ ദൈവശക്തി എൻ്റെ മേൽ വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ. 2 കരങ്ങൾ ശിരസിലൊന്ന് കമഴ്ത്തി വെച്ച്, കീപ് യുവർ ബോത്ത് ഹാൻഡ്സ് ഓൺ യുവർ ഹെഡ്. 2 കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചേ, കണ്ണടച്ച് പ്രാർത്ഥിച്ച് ആയിരിക്കുന്ന അവസ്ഥയിൽ അതിൽ തന്നെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊള്ളൂ. ഒരുപക്ഷെ അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ ഉണ്ടായി, അതിൻ്റെ പേരിൽ വലിയ ഭാരത്തിലാണ് ചിലര്. വിഷമിക്കണ്ട. ഈ ഒരു അപമാനം, ഈ ഒരു വീഴ്ച, ഈ ഒരു പരാജയം ദൈവം അനുഗ്രഹമാക്കി മാറ്റും. ദൈവം അനുഗ്രഹമാറ്റി മാറ്റും. കർത്താവ് കൃത്യമായിട്ട് ഇത് പറയുക. ഇതാ കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ്. ഇത് അനേകരോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈദിക ശുശ്രൂഷ മേഖലയിലുള്ളവരോട് പഠിപ്പിക്കുകയാണ്. സന്യസ്ത മേഖലയിലുള്ളവരോട് പഠിപ്പിക്കുകയാണ്. ഇതാ നിന്റെ ജീവിതത്തിലെ കുറവ്, പരാജയം, ഇന്നലകളുണ്ടായ വീഴ്ച, അതിനെ ഓർത്ത് നീ ഭാരപ്പെട്ടുകൊണ്ട് ജീവിതം നശിപ്പിക്കരുത്. കർത്താവ് അതാ പണിതുയർത്തും. കർത്താവ് നിന്നെ പണിതുയർത്തും. കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്. ഇന്നത്തെ അവസ്ഥയിൽ നീ സന്തോഷിച്ചു കൊള്ളുക. കാരണം ഈ വിഷയം കർത്താവ് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. കർത്താവ് ഏറ്റെടുത്ത് കഴിഞ്ഞു. നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചോ. കർത്താവേ, എൻ്റെ ഈ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ എൻ്റെ ശരീരത്തെ പരിപൂർണമായിട്ട് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ തീരുമാനം എടുക്കണം. ഇനിയുള്ള നാളുകൾ ഇന്ന്, ഇപ്പോൾ മുതൽ, ഈ സമയം മുതൽ, പ്രത്യേകിച്ച് ഈ നോമ്പ് കാലഘട്ടത്തിൽ ഈ സമയം മുതൽ എൻ്റെ ഈ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ ജീവിതം, എൻ്റെ തീരുമാനങ്ങൾ കൃത്യമായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, ദൈവഹിത പ്രകാരം മുന്നോട്ട് സംഭവിക്കപ്പെടട്ടെ. എനിക്ക് ഇന്നലകളിലുണ്ടായ പരാജയമല്ല, ഇപ്പോ ഈ സമയം മുതൽ ഈ തീരുമാനം എടുക്കുന്നു. കർത്താവേ, എൻ്റെ ഈ ജീവിതം ഇത് തൃപ്തിയോടുകൂടെ ജീവിക്കാൻ തക്കവണ്ണം എന്നെ വിശുദ്ധീകരിക്കണമേ. കർത്താവേ, ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു. ആ 2 കരങ്ങൾ ശിരസിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ചൊന്ന് സ്തുതിച്ചേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. കർത്താവേ, മഹത്വം, 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 മഹത്വം. വെളിപ്പെടട്ടെ കർത്താവേ, വെളിപ്പെടട്ടെ കർത്താവേ. ഈശോ, ഒരു പുതിയ ശക്തി വെളിപ്പെടട്ടെ. ആരാധന, 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 ആരാധന. ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഏറ്റെടുക്കുന്നു. ആരാധന കർത്താവേ, ആരാധന. നെറ്റിയില് കുരിശടയാളം വരച്ച് ഒരിക്കൽ കൂടെ നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് മുട്ടുകുത്തി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്ന സമയം. ഈശോയെ, ദേ തീരുമാനമെടുക്കുന്നു. തോബിത്തിന്റെ പുസ്തകത്തിൽ എന്നെ പഠിപ്പിച്ച കാര്യം, എനിക്ക് ലഭിച്ച ജീവിത സൗകര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു തീരുമാനം. തൃപ്തിപ്പെടുക. കർത്താവെ നന്ദി, കർത്താവെ നന്ദി. എനിക്ക് എന്തെല്ലാം ലഭിച്ചിട്ടുണ്ടോ അതിനെ ഓർത്തുകൊണ്ട് നന്ദി. കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഈ ആശീർവാദം നിന്റെ കുടുംബത്തിൽ തൃപ്തിയില്ലാതെ അസ്വസ്ഥരായി കഴിയുന്നവരിലേക്ക് ഈ സമയത്ത് കടന്നു ചെല്ലട്ടെ, വിശുദ്ധീകരിക്കട്ടെ. ആ വലിയ പ്രാർത്ഥനയോടെ നമുക്കിപ്പോൾ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ആരാധന, ആരാധന, യേശുവേ ആരാധന. ആരാധന, ആരാധന, യേശുവേ ആരാധന. യേശുവേ